രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ത്രയാണാമപി ലോകാനാം യേന ഖ്യാതിം ഗമിഷ്യതി. 3 ലോകങ്ങളിലും ഈ അവന് ഞാൻ നൽകുന്നതായ ആ ചില അനുഗ്രഹ ബലങ്ങളാൽ ശ്രേയസ്സിനാൽ അവൻ 3 ലോകങ്ങളിലും പ്രസിദ്ധനായിത്തീരും. 3 ലോകങ്ങളിലുള്ള ജനങ്ങൾ അവനെ പുകഴ്ത്തും, അവനെ ആദരിക്കും. ശ്രീരാമചന്ദ്രൻ അവതാരമാണ് എന്ന് ആദരിക്കും എന്നർത്ഥം. അങ്ങനെ അവതാരം എന്ന വാക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 3 ലോകത്തിലും അവൻ ആദരണീയനായിത്തീരും, അവൻ പ്രസിദ്ധനായിത്തീരും. ആ രാമൻ പടക്കളത്തിൽ ഇറങ്ങി നിന്നു കഴിഞ്ഞാലേ നചതൗ രാമമാസാദ്യ ശക്തൗ സ്ഥാതും കഥഞ്ജന. ആ രാക്ഷസന്മാര് അവരുടെ സൈന്യവും രാമന്റെ മുന്നില് രാമനോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ളവരല്ല. എനിക്കറിയാമത്. അത്ര കണ്ട് കരുത്ത് രാമനുണ്ട് എന്നർത്ഥം. രാമന്റെ അലൗകികമായ ശക്തിവിശേഷങ്ങളെ ഇവിടെ വിശ്വാമിത്രൻ വളരെ ഭംഗിയായിട്ട് ധ്വനിയാത്മകമായിട്ട് ആ പിതാവിനെ, ആ മഹാരാജാവിനെ, ദശരഥനെ കേൾപ്പിക്കുന്നു. പല പ്രകാരത്തിലുള്ള ശ്രേയസ് ഞാൻ അവന് നൽകും എന്നാ പറഞ്ഞ് വിശ്വാമിത്രൻ വന്നിരിക്കുന്നത്. പല പ്രകാരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രാമന് യുദ്ധ നൈപുണി തന്റെ തന്നെ സാന്നിധ്യത്തിൽ നൽകണം. രാമൻ ആയുധം പഠിച്ചു. പടക്കളത്തിലുള്ള ശീലം വേണം. പടക്കളത്തിൽ ശീലിച്ചവനാണ് താൻ രാജാവായ വിശ്വാമിത്രൻ. ഇപ്പോൾ ഋഷിയാണ്, പക്ഷേ ആ പ്രാഗൽഭ്യം ഇപ്പോഴും അതേ പ്രകാരത്തിലുണ്ട്. അങ്ങനെ പടക്കളത്തിൽ പരിചയിച്ച തന്റെ സാന്നിധ്യത്തിൽ ഈ ബാലകൻ അസുരന്മാരോട്, കരുത്തന്മാരായ അസുരന്മാരോട് യുദ്ധം ചെയ്ത് പ്രാഗൽഭ്യം നേടണം. അങ്ങനെ ഒരു ശ്രേയസ് അവനിലേക്ക് എത്തിക്കാൻ. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തെ മുഴുവൻ രാക്ഷസ രഹിതമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്നർത്ഥം. ഇതൊക്കെ വാക്കുകൾ കൊണ്ട് പറയുന്നില്ല. പല പ്രകാരത്തിലുള്ള ശ്രേയസ്സുകൾ അവന് ഞാൻ നൽകും എന്ന് പറയുന്നിടത്ത് ഇതെല്ലാം കിടക്കുന്നു. ഇതൊക്കെയാണല്ലോ തുടർന്ന് സംഭവിക്കുന്നത്. പടക്കളത്തിലുള്ള പരിചയം മാത്രമല്ല, വിശ്വാമിത്രൻ ദിവ്യാസ്ത്രങ്ങൾ നൽകി രാമന്, ദിവ്യ മന്ത്രങ്ങൾ നൽകി. ശാരീരിക ധർമ്മങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ബലയും അതിബലയും വിശ്വാമിത്രൻ രാമന് നൽകി. ആദ്യം അതാ പഠിപ്പിച്ചേ. ശാരീരിക ധർമ്മങ്ങളാണ് നമ്മുടെ ഏതൊരു മഹനീയ കർമ്മത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിന് ജയിക്കാൻ കഴിയണം. ശരീരത്തിന്റെ ദൗർബല്യം, ശരീരത്തിന്റെ ആലസ്യം, ഉറക്കം തുടങ്ങിയതായ അനേകം കാര്യങ്ങൾ, വിശപ്പ്, ദാഹം, ക്ഷീണം, ഇതിനെ ജയിക്കണം. രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി അവരെല്ലാം സംഹരിച്ച് ലോകത്തെ രക്ഷിക്കാനായിട്ട് പുറപ്പെടുന്ന ഒരു രാജകുമാരൻ ശരീരധർമ്മങ്ങളെല്ലാം ജയിച്ചവനാകണം എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് കടക്കാൻ അധ്യാത്മ സാധനാ പദ്ധതിയിൽ ഏർപ്പെടുന്ന ഏതൊരു സാധകനും ശരീരധർമ്മങ്ങൾ ജയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അഷ്ടാംഗ യോഗ പദ്ധതിയിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ള 8 അംഗങ്ങളും ക്രമപ്രവൃദ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഇതിനകത്ത്, ആ വാക്കുകൾക്കകത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഇതാണ് ധ്വനിയാത്മകമായിരിക്കുന്ന നിബന്ധന. എന്ന് മാത്രമല്ല, ശ്രീരാമചന്ദ്രന്റെ മഹത്വം നമുക്കറിയാൻ ഉള്ള അനേക ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് നേരത്തെ ഇതേ വേദിയിൽ പറഞ്ഞല്ലോ, അഹല്യാശവമോക്ഷം.
രാമന്റെ പാദസ്പർശത്താൽ അഹല്യ, കല്ലായിരുന്ന അഹല്യയായി മനുഷ്യ സ്ത്രീയായി മാറി. വീണ്ടും സാധാരണ മനുഷ്യന്റെ പാദസ്പർശം കൊണ്ട് അത് നടക്കൂ? രാമൻ മനുഷ്യനല്ല എന്ന് വാൽമീകി വിളിച്ചു പറയുന്നു. അങ്ങനെ വാക്കുകൾ കൊണ്ടല്ല അദ്ദേഹം പറയണത്, ആ കഥ ആഖ്യാനം ചെയ്യുന്നതിലൂടെ അദ്ദേഹം അത് നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു. രാമന്റെ പാദത്തിന്റെ പവിത്രത, ഗംഗാനദി ഉത്ഭവിക്കുന്നത് ആ പാദത്തിൽ നിന്നാണ്. നമ്മൾ ഇനി അയോധ്യാകാന്ഡത്തിൽ അത് കേൾക്കും. രാമൻ ഗംഗാതരണം ചെയ്യുമ്പോഴേക്കും ഗംഗാസ്തുതി. ഗംഗാനദി ഉത്ഭവിക്കുന്നത് ആ പാദത്തിൽ നിന്നിട്ടാണ്. ആ പാദത്തിന്റെ പവിത്രത അപരിമിതമാണ്. ആ പാദത്തിന്റെ സ്പർശത്താൽ അഹല്യ മോചിക്കുന്നത് നമുക്ക് കാണിച്ചു തന്നു കഥാരൂപത്തിൽ അദ്ദേഹം. അപ്പോൾ ആ പാദം എങ്ങനെയുള്ളതാണ് എന്ന് അറിവുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം. രാമൻ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, ഇത്രയേറെ രാക്ഷസന്മാരോട് അദ്ദേഹം ഏകനായി യുദ്ധം ചെയ്തു. അദ്ദേഹവും അനിയനും കൂടി, അവർ രണ്ടുപേരായിട്ട് യുദ്ധം ചെയ്തു. അവരെല്ലാം തകർത്തു വളരെ വേഗത്തിൽ. എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യ സാധ്യമല്ലല്ലോ, സാധാരണ മനുഷ്യർക്ക് പറ്റുന്നതല്ലല്ലോ. അദ്ദേഹം സാധാരണ മനുഷ്യനല്ല എന്ന് വ്യക്തം. വാൽമീകി ഈ കഥ പറയുന്നത് രാമനെ മനുഷ്യ തലത്തിൽ നിർത്തിയിട്ടല്ല. അദ്ദേഹം ദശരഥന്റെ മകനാണ് രാമൻ എന്നൊക്കെ പറയും. മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തിൽ നമ്മുടെ മുന്നിൽ കൂടി രാമനെ നടത്തിക്കും. പക്ഷേ രാമന്റെ പ്രഭാവമെല്ലാം ഈ പ്രപഞ്ചത്തെ കടന്നു നിൽക്കുന്നതാണ് എന്ന് ഓരോരോ സംഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് നിബന്ധിച്ചും വെക്കുന്നു. ഇനിയൊരു പ്രധാന കാര്യം കൂടിയുണ്ട് വിശ്വാമിത്രൻ വന്നതിന്. എന്താണെന്നറിയോ? രാമന്റെ വിവാഹം, ലക്ഷ്മണന്റെയും ഭരതന്റെയും വിവാഹം കൂടി നടത്തിക്കണം. ദശരഥ മഹാരാജാവ് കുട്ടികൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായി വരുന്നു. അതുകൊണ്ട് നല്ല ആലോചന കണ്ടെത്തണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയും അമാത്യന്മാരോട്, ഗുരുജനങ്ങളോട് അതൊക്കെ രഹസ്യമായിട്ട് മറ്റാരും അറിയാതെ പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് വിശ്വാമിത്രൻ അങ്ങോട്ട് വന്നത്. എന്തിനാ? അവിടെ ജനകപുരിയില് ജനകന് 4 പെൺമക്കളുണ്ട്. അതിലേറ്റവും മൂത്ത കുട്ടി സീത. ആ സീതയെ രാമന് വിവാഹം കഴിച്ചു കൊടുക്കണം. എന്ന് മാത്രമല്ല, മറ്റു കുട്ടികളെയും ഇവിടെ ദശരഥന്റെ മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. മാണ്ഡവിയെ ഭരതനും, അതേപോലെ ഊർമിളയെ ലക്ഷ്മണനും, ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടിയിട്ട് കൂടിയാണ് വിശ്വാമിത്രന്റെ വരവ്. അതാണ് അനേകം കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ രാമന് നൽകും എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ രാമനിലൂടെ ദശരഥ മഹാരാജാവിനും സൂര്യവംശത്തിനും എല്ലാറ്റിനും ആ അനുഗ്രഹങ്ങളെല്ലാം അദ്ദേഹം നൽകുന്നു. ആ രാമന്റെ മുന്നിലെ പിടിച്ചു നിൽക്കാനായിട്ട് രാക്ഷസന്മാർക്കാവില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു വിശ്വാമിത്രൻ. നചതൗ രാഘവാദന്യോ ഹന്തുമുത്സഹതേ പുമാൻ. അവരെ രണ്ടുപേരെയും രാമനല്ലാതെ മറ്റൊരാൾക്കും കൊല്ലാൻ പറ്റുകയുമില്ല. ഈ ഭൂമിയിലെ വീരന്മാരായ രാജകുമാരന്മാർ ധാരാളമുണ്ട്. അവർക്കെല്ലാം വലിയ വലിയ സൈന്യങ്ങളുണ്ട്. അവര് അനേകം യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളതായ പാരമ്പര്യമുള്ളവരാണ്. ഇതൊക്കെ ശരിയാണ്. അത്രയേറെ വലിയ ചരിത്രമുള്ള ആളുകൾ വിചാരിച്ചാൽ പോലും ഈ രാക്ഷസന്മാരെ കൊല്ലാൻ പറ്റൂല. രാമന് മാത്രമേ അത് സാധിക്കൂ. മറ്റാരിലും ഇല്ലാത്തതായ സവിശേഷമായ ഒരു സിദ്ധിവിശേഷം രാമനുണ്ട് എന്നർത്ഥം. അതെന്താ? അത് മറ്റു മനുഷ്യർക്കില്ലാത്തതായ ആ കഴിവ്. അപ്പോൾ രാമൻ സാധാരണ മനുഷ്യനല്ല എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തം. സാധാരണ മനുഷ്യനല്ല, അതിനപ്പുറമാണ് രാമൻ. സൂക്ഷ്മമണ്ഡലങ്ങളിലുള്ള ചൈതന്യം മുഴുവൻ രാമനിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ കരുതനായിരിക്കുന്ന രാമനെ, അല്ലയോ മഹാരാജാവേ, എന്നോടൊപ്പം അയക്കണം യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. അഹം വേദ്മി മഹാത്മാനം രാമം സത്യപരാക്രമം. അല്ലയോ രാജാവേ, സത്യപരാക്രമിയായിരിക്കുന്ന രാമനെ ഞാൻ അറിയുന്നു. അതേപോലെ തന്നെ വസിഷ്ഠോ വി മഹാതേജ ഏചേമേ തപസിസ്ഥിതാഹ.
മഹാതേജസ്വിയായിരിക്കുന്ന തപോബലത്തിനുടമയായിരിക്കുന്ന ബ്രഹ്മർഷി വസിഷ്ഠൻ അറിയുന്നു ഈ രാമൻ ആരാണ് എന്ന്. അതേപോലെ തപസ്സിൽ സ്ഥിതി ചെയ്യുന്ന തപോധനന്മാരായിട്ടുള്ളവർ അറിയുന്നു ഈ രാമൻ ആരാണ് എന്ന്. രാമന്റെ യഥാർത്ഥ സ്വരൂപം അതെന്താണെന്ന് ഞാൻ അറിയുന്നു, വസിഷ്ഠൻ അറിയുന്നു, പിന്നെ തപസ്സിൽ സ്ഥിതി ചെയ്യുന്നവരറിയുന്നു. അല്ലാതുള്ളവരൊന്നും അറിയുന്നില്ല. രാജാവെ അങ്ങ് പോലും അറിയുന്നില്ല എന്നാ എന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറയുന്നത് ലൗകികത്തിന് നിരക്കുന്നതല്ലല്ലോ. പക്ഷെ പറയാതെ പറഞ്ഞിരിക്കുന്നു. എനിക്കറിയാം, വസിഷ്ഠനറിയാം, തപസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ അങ്ങേക്കറിയില്ല. രാമനെ മകനെന്ന്, കൊച്ചു കുഞ്ഞെന്ന്, മനുഷ്യനെന്ന് അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നു. കുറെ കാലം ആയുധവിദ്യ പഠിച്ചിട്ടുണ്ട്, വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്രയും കൊണ്ട് മാത്രം എങ്ങനെ അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നൊക്കെ അങ്ങ് ധരിച്ചു വെക്കും. രാമൻ ഇതൊന്നുമല്ല. ഇവിടെ പഠിച്ചതും പഠിപ്പിച്ചതും ഒന്നുമല്ല. ഇതിന്റെ മുഴുവൻ ആദ്യ കർത്താവ് അദ്ദേഹമാണ്. സകല വിദ്യയും ഈ രാമനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നേ. അത് വാക്കുകൊണ്ട് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഭംഗ്യന്തരേണ പറയാണ്, വ്യഞ്ജനാത്മകമായി ധ്വനിയാത്മകമായി പറയാണ്. തപസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്കറിയാം, വസിഷ്ഠനറിയാം, തപസ്വികൾക്കെല്ലാം അറിയാം. അല്ലാതുള്ളവർക്ക് അറിഞ്ഞുകൂടാ. തപസ്വികൾക്ക് മാത്രം അറിയണമെങ്കിൽ അതെന്ത് രഹസ്യ? അത് പരമാത്മരഹസ്യമാണ്. രാമൻ പരമാത്മാവാണ് എന്നുള്ളത് തപസ്വികൾക്ക് അറിയാൻ പറ്റൂ. ബാക്കി വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയാം. രാവണൻ എങ്ങനെയുള്ള ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ എല്ലാവരും പറഞ്ഞു കേൾപ്പിക്കും. രാവണന്റെ പരാക്രമങ്ങൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ രാമൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാമനെ ദശരഥപുത്രനായ ഒരു ബാലകനായിട്ട് മാത്രമേ എല്ലാവർക്കും വർണ്ണിക്കാൻ പറ്റൂ. രാമൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ആർക്കും അറിയില്ല. തപസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ എന്ന്. അതിനർത്ഥം രാമൻ മനുഷ്യനല്ല എന്ന് ഈ വാക്കുകൾക്കകത്തുകൂടി വാൽമീകി നിരന്തരം വ്യഞ്ജിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം വാൽമീകിയുടെ രാമൻ വെറും ഒരു മനുഷ്യനല്ല.